ആ ചിരിയും മാഞ്ഞു. അതെ, ശ്രീനിവാസൻ ഇനിയില്ല. എന്നാൽ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ശ്രീനിവാസനും ചിരിയും നമുക്കൊപ്പം എന്നും ഉണ്ടാവും. 1976 മണമുഴക്കം എന്ന സിനിമയിലൂടെ തന്റെ അഭിനയ ജീവിതം തുടങ്ങിയ ശ്രീനിവാസൻ പിന്നീട് 222ഓളം സിനിമകളാണ് നമ്മളെ അഭിനയിച്ച് വിസ്മയിപ്പിച്ചത്. 1984 പ്രിയദർശൻ സിനിമയിൽ അഭിനയിക്കാൻ പോയ ശ്രീനിവാസനോട് പ്രിയദർശൻ പറഞ്ഞൊരു കാര്യമുണ്ട്: എല്ലാം റെഡിയാണ്, ഒന്നും മാത്രം റെഡിയല്ല, തിരക്കഥ. അങ്ങനെ ആ സെറ്റിലിരുന്ന് ശ്രീനിവാസനെ എഴുതിയ തിരക്കഥയാണ് ഓടരുതമ്മവ ആളറിയാം എന്ന സിനിമ. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് 4 സിനിമകളിൽ ശ്രീനിവാസൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. കഥ പറയുമ്പോൾ, തട്ടത്തെ മറയത്ത് എന്നീ 2 സിനിമകൾ നിർമ്മിച്ചതും ശ്രീനിവാസനാണ്. 1989 വടക്ക് നോക്കിയ യന്ത്രവും 1998 ചിന്താവിഷ്ട ശ്യാമളയും സംവിധാനം ചെയ്തിരിക്കുന്നതും ശ്രീനിവാസനാണ്. പൊന്മുട്ടിയിടം താറാവിലെ തട്ടാം ഭാസ്കരനും, ഉദയനാണ് താരത്തിലെ സരോജ് കുമാറും, മേഘത്തിലെ ഷൺമുഖനും, നാടുടിക്കാറ്റിലെ നമ്മുടെ എല്ലാ സ്വന്തം വിജയനും, അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മളെ വിസ്മയിപ്പിച്ച ശ്രീനിവാസൻ. സംവിധാനമായിക്കോട്ടെ, തിരക്കഥയായിക്കോട്ടെ, നിർമ്മാണമായിക്കോട്ടെ, എല്ലാ മേഖലയിലെയും കവി തെളിയിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ. മലയാളികളുടെ അഭിമാനത്തിന്, മലയാള സിനിമയുടെ ലെജൻഡിന് 1000 പ്രണാമം.